എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയുഷ്മാൻ ഭാരത് കാർഡ് ആർക്കെല്ലാം അപേക്ഷിക്കാം, എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്, ചികിത്സയ്ക്ക് എത്ര രൂപ വരെ ചിലവഴിക്കുവാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ആയുഷ്മാൻ ഭാരത് കാർഡ്? ഗുണഭോക്തൃ പോർട്ടലിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള നിലവിലെ ഫീച്ചറുകൾ എന്തെല്ലാമാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, ആയുഷ്മാൻ ഭാരത് കാർഡിനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണ്, ആവശ്യമായ രേഖകൾ എന്തെല്ലാം, എങ്ങനെ സമർപ്പിക്കാം എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ആയുഷ്മാൻ ഭാരത് യോജന. ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പേരിലും അറിയപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ പദ്ധതിയുടെ പ്രയോജനം നേടുന്നു. ആയുഷ്മാൻ ഭാരത് കാർഡിന്റെ സഹായത്തോടെ 30,000-ലധികം ആശുപത്രികളിൽ 5 ലക്ഷം രൂപ വരെ പണമില്ലാതെ ചികിത്സ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നമുക്ക് എന്താണ് ആയുഷ്മാൻ ഭാരത് കാർഡെന്ന് നോക്കാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന കാർഡാണ് ആയുഷ്മാൻ ഭാരത് കാർഡ്. ഇന്ത്യയിലെ 40% പാവപ്പെട്ടവർക്കും ഈ സൗജന്യ പദ്ധതി പരിരക്ഷ നൽകുന്നു. ഈ പദ്ധതി 2018 സെപ്റ്റംബർ 23 ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പദ്ധതി പ്രകാരം ഓരോ വർഷവും 5 ലക്ഷം രൂപ വരെ പണമില്ലാതെ സൗജന്യ ചികിത്സ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്ക് സൗജന്യമായി പ്രസവം നടത്തുവാൻ സാധിക്കുന്നതാണ്. ഈ കാർഡ് വഴി 9,000-ൽ-അധികം രോഗങ്ങൾക്ക് വരെ ചികിത്സ ലഭിക്കും. സർക്കാർ ധനസഹായം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കൂടിയാണിത്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി ഗുണഭോക്തൃ പോർട്ടലിൽ നമുക്ക് ലഭിക്കുന്ന ഫീച്ചറുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് ആധാർ ലിങ്ക് ചെയ്യുക എന്നതാണ്. ആയുഷ്മാൻ ഭാരത് കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് ആധാർ KYC പ്രക്രിയ ഇല്ലാതെ ആധാർ കാർഡ് ബന്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. അടുത്തത് അംഗത്തെ ചേർക്കുകയാണ്. നിലവിലുള്ള കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങളെ നമുക്ക് ഇതിലേക്ക് ചേർക്കുവാൻ സാധിക്കും. അവർക്ക് ഗുണഭോക്തരാകുവാൻ അവസരം ലഭിക്കുന്നതാണ്. അടുത്തത് പുതിയ ഫോട്ടോകളും വിലാസങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഗുണഭോക്താക്കൾക്ക് KYC പ്രക്രിയ വീണ്ടും ചെയ്യുവാനുള്ള സൗകര്യവും നമുക്ക് ഗുണഭോക്തൃ പോർട്ടലിൽ നിന്ന് ലഭിക്കുന്നതാണ്. സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആയുഷ്മാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെടുത്തി ആർക്കെല്ലാമാണ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതെന്ന് നോക്കാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ഗ്രാമീണ ജനങ്ങൾക്കും അതുപോലെ തന്നെ നഗരത്തിലെ ജനങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചെളി കൊണ്ടുള്ള മതിലും മേൽക്കൂരയുള്ള ഒറ്റമുറി വീടും ഗ്രാമീണർക്കും അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ 16 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള പുരുഷ അംഗങ്ങളില്ലാത്ത കുടുംബങ്ങൾക്കും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഭിന്നശേഷിയുള്ളവർ അംഗങ്ങളായ കുടുംബങ്ങൾക്കും അപേക്ഷിക്കാം. SC/ST കുടുംബാംഗങ്ങൾക്കും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് അർഹതയുണ്ട്. ഭൂമിയില്ലാത്തവരും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുമായ ആൾക്കാർക്കും ഈ പദ്ധതിയുടെ വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ നേടാവുന്നതാണ്. നഗരപരിധിയിലാണെങ്കിൽ നമുക്ക് യാചകർ, അതുപോലെ തന്നെ വീട്ടുജോലിക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ഇലക്ട്രീഷ്യന്മാർ, മെക്കാനിക്കുകൾ, അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നവർ, തെരുവ് കച്ചവടക്കാർ തുടങ്ങിയവർക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് അർഹതയുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമുക്കിതിനെ വെബ്സൈറ്റ് മുഖേന സന്ദർശിക്കാവുന്നതാണ്. അടുത്തത് ആയുഷ്മാൻ ഭാരത് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു കുടുംബത്തിലെ ഒരു വർഷം നമുക്ക് 5 ലക്ഷം രൂപ വരെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി ലഭിക്കുന്നതാണ്. 12 കോടി കുടുംബങ്ങൾക്ക്, അതായത് ഏകദേശം 50 കോടി ആളുകൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ആശുപത്രിയിൽ പണമില്ലാതെയും പേപ്പർലെസ്സായും ചികിത്സിക്കാവുന്നതാണ്. ആശുപത്രിയിൽ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നാൽ അത് നമുക്ക് നൽകുവാൻ സാധിക്കുന്നതല്ല. 5 ലക്ഷം രൂപയുടെ പരിധി ഇതിൽ ഉൾപ്പെടുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത അത്യാവശ്യ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ യോഗ്യതകൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ യോഗ്യതകൾ അറിയാൻ നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നമുക്ക് ആദ്യമായി pmjay.government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഞാൻ യോഗ്യനാണോ എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്.
നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡ് പൂരിപ്പിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആധാർ, റേഷൻ കാർഡ് നമ്പർ എന്നിവ നൽകി തിരിയുവാൻ പറ്റുന്നതാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് യോഗ്യനാണോ അല്ലയോ എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. ആയുഷ്മാൻ ഭാരത് കാർഡ് ഉണ്ടാക്കുകയും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് കാർഡ് അപേക്ഷിക്കുവാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആയുഷ്മാൻ ഭാരത് കാർഡിനെ അപേക്ഷിക്കുവാൻ ആധാർ കാർഡ് ആവശ്യമാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് മറ്റു ചില രേഖകളും ഉപയോഗിക്കേണ്ടി വരും. കുടുംബത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, ആവശ്യമായ ബാങ്ക് രേഖകൾ, ഇത്രയുമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 തരത്തിൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് എടുക്കാവുന്നതാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെടുത്തിയുള്ള ആശുപത്രികൾ മുഖേന നമുക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് മെനു ബാറിലുള്ള ഞാൻ യോഗ്യനാണോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതാണ്. തുടർന്ന് നമ്മൾ യോഗ്യനാണെങ്കിൽ NHA എന്ന് പറയുന്ന പോർട്ടലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഗുണഭോക്താവ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ക്യാപ്ച കോഡ് എന്നിവ നൽകുക. ഫോണിൽ ലഭിച്ച OTP ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ PMJAY സ്കീം തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ സംസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങൾ പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. ആധാർ നമ്പർ എന്ന കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ രേഖപ്പെടുത്തുക. തുടർന്ന് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ലിസ്റ്റ് ആയുഷ്മാൻ കാർഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആയുഷ്മാൻ ഭാരത് കാർഡിൻ്റെ സ്റ്റാറ്റസ് ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിൽ അപ്ലൈ നൗ എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കോളം കാണും. അതിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്വയം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആധാർ നമ്പർ നൽകിയാലുടൻ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് സ്ഥിരീകരണം നൽകേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടി വരും. അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ നമുക്ക് തുടർന്ന് ചോദിക്കും. അതെല്ലാം നമ്മൾ പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ എല്ലാ വിവരങ്ങളും അംഗീകരിച്ച ശേഷം ആയുഷ്മാൻ ഭാരത് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് ഓൺലൈനായിട്ടുള്ള ഇതിൻ്റെ പ്രൊസീജിയറാണ്. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രിയോ ലിസ്റ്റ് ചെയ്ത സ്വകാര്യ ആശുപത്രിയോ സന്ദർശിച്ച് ആയുഷ്മാൻ ഭാരത് കാർഡ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ആയുഷ്മാൻ മിത്രയെ സമീപിക്കുക. ആയുഷ്മാൻ മിത്ര നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആവശ്യമായ രേഖകൾ ആശുപത്രിയിൽ സമർപ്പിച്ച് നമുക്ക് ഇത് മുഖേനയും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൺലൈനിൽ പരിശോധിക്കാവുന്നതാണ്. അതിന് നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് സ്കീമിനായി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡിൻ്റെ വിവരങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് PMJAY ഗുണഭോക്തൃ പട്ടികയിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതാണ്. തുടർന്ന് നമുക്ക് ക്യാപ്ച കോഡും മൊബൈൽ നമ്പരും നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് മൊബൈലിൽ ഒരു OTP ലഭിക്കുന്നതാണ്. OTP പൂരിപ്പിച്ച ശേഷം നമുക്ക് മറ്റൊരു ക്യാപ്ച കോഡ് ലഭിക്കുന്നതാണ്. തുടർന്ന് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ അത് നൽകേണ്ടതാണ്. ശേഷം നമ്മൾ സെർച്ച് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, ഉപജില്ല മുതലായ തിരിച്ചറിയൽ രേഖകൾ നൽകി ഇത് തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ പേര് കാർഡ് സ്റ്റാറ്റസ് കോളത്തിൽ PMJAY കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആയുഷ്മാൻ ഭാരത് ആപ്പിലോ അല്ലെങ്കിൽ beneficiary.nha.government.in എന്ന ലിങ്ക് മുഖേന നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം അപ്പോൾ ഒരു ഗുണഭോക്താക്കളെ തിരയുന്ന ഒരു പേജ് തുറക്കുന്നതാണ്. നമുക്കവിടെ സംസ്ഥാനം, സ്കീമിൻ്റെ പേര് അല്ലെങ്കിൽ ഫാമിലി ID,
സ്ഥലം അല്ലെങ്കിൽ ആധാർ നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇത് സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശേഷം ആധാർ നമ്പർ നൽകി സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ആയുഷ്മാൻ കാർഡുകളുടെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളിവിടെ KYC പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർഡ് തയ്യാറായെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ പേര് കാണുവാൻ സാധിക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആധാർ നമ്പരുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും ഇവിടെ നൽകേണ്ടി വരുന്നു. നമുക്ക് തുടർന്ന് സ്ഥിരീകരണം നൽകുന്നതിന് വേണ്ടി മൊബൈലിൽ ഒരു OTP ലഭിക്കുന്നതാണ്. OTP നൽകിയാൽ ഉടൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പേജ് തുറക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് എളുപ്പത്തിൽ വളരെ വേഗം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് കാർഡുമായി ബന്ധപ്പെടുത്തി ഇതിന് സമാനമായി നമുക്ക് ആയുഷ്മാൻ വന്ദൻ യോജന എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. ഇത് പ്രധാനമായും 2024 ഒക്ടോബർ മാസം 29-നാണ് ഭാരത സർക്കാർ ആരംഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നിലവിൽ 70 വയസ്സിലും അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്നു. നമുക്ക് ഇത് മുഖേന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ വരുന്ന മുതിർന്ന പൗരന്മാർക്ക് ഓരോ വർഷവും 5 ലക്ഷം രൂപയിൽ വരെ അല്ലെങ്കിൽ അധിക ടോപ്പ് നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഓരോ വർഷവും 5 ലക്ഷം രൂപയുടെ അധിക ടോപ്പ് നൽകുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, എക്സ് സർവീസ്മാൻ, ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പോലുള്ള മറ്റ് സർക്കാർ ആരോഗ്യ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻഷുറൻസിന് കീഴിൽ 2000-ലധികം മെഡിക്കൽ നടപടിക്രമങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ആയുഷ്മാൻ വന്ദന കാർഡ് തുടങ്ങി 2 മാസത്തിനുള്ളിൽ ഏകദേശം 25 ലക്ഷത്തോളം മുതിർന്ന പൗരന്മാരെ ഇപ്പോൾ നിലവിൽ പേര് ചേർത്തിട്ടുണ്ട്. 22,000-ലധികം മുതിർന്ന പൗരന്മാർക്ക് 40 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സാ സൗകര്യവും ഈ പദ്ധതി മുഖേന ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണയായി ആയുഷ്മാൻ ഭാരത് കാർഡ് മുഖേന നമുക്ക് ലഭിക്കുന്ന ചികിത്സകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആയുഷ്മാൻ ഭാരത് കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് ഏകദേശം 9,000-ലധികം രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. ഇനി ഇതിൽ ചില വ്യത്യസ്ത സാഹചര്യങ്ങളായിട്ടുള്ള ചികിത്സയും നൽകുന്നു. അതിൽ താഴെ പറയുന്നവ നമുക്ക് നോക്കാം. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ തുടയലിൻ്റെ പൊട്ടൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ, പിത്തസഞ്ചി നീക്കം ചെയ്യൽ, തിമിര ശസ്ത്രക്രിയ, അതുപോലെ തന്നെ സ്ട്രോക്ക് ചികിത്സ, എൻട്രിക് ഫീവർ, മറ്റ് പനി പോലുള്ള രോഗങ്ങൾ മുതലായ രോഗങ്ങൾക്കും ഇത് മുഖേന നമുക്ക് ചികിത്സ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ആയുഷ്മാൻ ഭാരത് കാർഡുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബന്ധപ്പെടുവാനായിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. 1455 എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. മരുന്ന് അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ 1800-111-565 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. ആശുപത്രിയിൽ കൂടുതൽ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരാതിയും ഈ നമ്പർ മുഖേന നമുക്ക് പരാതിപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരു ആഫ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ID നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് പ്രധാനമായും 14 അക്ക നമ്പറുണ്ട്. അത് ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു സേവനം എന്ന രീതിയിലാണ് നമുക്ക് മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. അടുത്ത് ഇതുമായി ബന്ധപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് കാർഡുമായി ബന്ധപ്പെടുത്തി ചില ചോദ്യങ്ങളും സംശയങ്ങളും ചോദിച്ചിരുന്നു. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. നിലവിൽ നമുക്ക് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് അസുഖം വന്നാൽ ലക്ഷങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചികിത്സിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ആയുഷ്മാൻ ഭാരത് കാർഡുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആയുഷ്മാൻ ഭാരത് കാർഡിൽ ദ്വിതീയ തൃതീയ ആശുപത്രിവാസവുമായി ബന്ധപ്പെടുത്തി നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സൗകര്യം നമുക്ക് ലഭ്യമാണ്. അടുത്തത് നമുക്ക് മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് കാർഡിന് അർഹതയുണ്ടോ എന്നാണ്. 70 വയസ്സിനോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിച്ച് പണമില്ലാതെ നമുക്ക് ചികിത്സ ലഭിക്കുമോ എന്ന ഒരു ക്വസ്റ്റ്യനാണ്.
ആയുഷ്മാൻ ഭാരത് യോജനയിലൂടെ നമുക്ക് സൗകര്യം നൽകുന്ന ആശുപത്രികൾ പണമില്ല ചികിത്സ നൽകുന്നതാണ്. അതായത് രോഗിയായ ഒരാൾക്ക് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പണമടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. കാർഡിൻ്റെ സഹായത്തോടെ മാത്രം ഏകദേശം 5 ലക്ഷം രൂപ വരെ നമുക്ക് ഇത് മുഖേന നമുക്ക് ചികിത്സ ലഭിക്കുന്നതാണ്. അടുത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കാലഹരണപ്പെടുമോ, നമുക്ക് അല്ലെങ്കിൽ വീണ്ടും പുതുക്കേണ്ടി വരുമോ എന്ന കാര്യമാണ്. നമുക്ക് നിലവിൽ 1 വർഷത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ കാർഡ് കാലഹരണപ്പെടുന്നില്ല. അതുപോലെ തന്നെ കാർഡ് നമുക്ക് സ്വമേധയാ പുതുക്കപ്പെടുന്നതാണ്. അതായത് നിങ്ങൾ ഇത് വീണ്ടും നമുക്ക് പുതുക്കാനായിട്ട് അവസരം തേടി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ആവശ്യമായുള്ള ഒരാൾക്ക് നമുക്ക് നൽകാനും സാധിക്കും. ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് സർക്കാർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വളരെ വേഗം തന്നെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി പുതുക്കലുമായി ബന്ധപ്പെടുത്തി യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തി സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലികപരമായ വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.